ചില പേരുകൾക്ക് പലപ്പോഴും ചില പ്രാധാന്യങ്ങൾ തോന്നിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രധാനിയും ഖുതുബുമായിരുന്ന ഒരാളാണ് യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനൊരു കിതാബുണ്ട്, താജുൽ അറൂസ് എന്ന് പറഞ്ഞിട്ട്, പുതിയാപ്പളൻ്റെ കിരീടം എന്നാണ് അതിൻ്റെ അർത്ഥം. താജുൽ അർശ്. ഒരുപാട് ഉപദേശങ്ങളാണ് അതിലുള്ളത്. ഇങ്ങനെ വായിച്ചിരുന്നാൽ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോകുന്ന ചില ഉപദേശങ്ങൾ. താജുൽ അറൂസിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ മിണ്ടാതിരിക്കുന്നതിനെ കുറിച്ചാണ് പറയണത്, സംസാരിക്കാതിരിക്കുന്നതിനെ കുറിച്ച്. ഒരു വാക്ക് വായിൽ നിന്ന് പോയാൽ തിരിച്ചെടുക്കാനൊരു വഴിയുമില്ല, പോകാതിരിക്കാനുള്ള വഴികൾ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ചില പേരുകൾക്കൊക്കെ ചില പ്രാധാന്യങ്ങൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പഴയ കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഒരു 10 വീട് ഇങ്ങനെ പരിശോധിച്ചാൽ ഒരാൾ മുഹിയുദ്ദീൻ ഉണ്ടാവും, ഒരാൾ മുഹമ്മദ് ഉണ്ടാവും, ഒരാൾ അബൂബക്കർ ഉണ്ടാവും. അബൂബക്കർ എന്നതിലേക്ക് മലയാളം കടന്നുകൂടി അത് ബക്കറും പോക്കരും ഒക്കെ ആയി. കുഴപ്പമൊന്നുമില്ല, എല്ലാ വിഷയത്തിനും ചില മലയാളീകരണങ്ങൾ നടക്കാറുണ്ട്, അതിൽപ്പെട്ടതാണ്. ഒരു 10 വീട് പരിശോധിച്ചാൽ അതിൽ ഒന്ന് മുഹമ്മദ് ഉണ്ടാവും, മയമ്മദ് ഉണ്ടാവും, മമ്മദ് ഉണ്ടാവും, മയമ്മി ഉണ്ടാവും, കുഞ്ഞഹമ്മദ് ഉണ്ടാവും, മയമ്മദ് കുഞ്ഞുണ്ടാവും. ഇതൊക്കെ സാധനം ഒന്നാണ്. അപ്പോൾ പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പേരുകളുടെ പ്രാധാന്യം. പേര് കൊണ്ട് തന്നെ ശ്രദ്ധേയനായാണ് ബഹുമാനപ്പെട്ട യാഖൂത്ത് ഹാജി. മൂപ്പരെ വല്ലിപ്പാക്ക് മമ്പർത്ത് തങ്ങൾ കൊടുത്ത പേരാണ്. കൊടുത്ത ആളും തിരക്കടില്ല, കിട്ടിയാളും തിരക്കടില്ല. അല്ലെങ്കിലും കൊടുക്കേണ്ടവർ കൊടുത്താൽ കിട്ടേണ്ടവർക്കേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ തോന്നണമല്ലോ, അപ്പോഴാണ് കിട്ടേണ്ടവർക്ക് കിട്ടുക എന്നുള്ളതാണ്. മമ്പർത്ത് തങ്ങൾ